ബുദ്ധമതഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും രസകരവുമായ കഥയാണ് അങ്കുലിമാലൻ്റെ കഥ. ഇന്ന് നമുക്ക് ആ കഥ കേൾക്കാം. കോസല രാജ്യത്തെ ജനങ്ങൾ അങ്കുലിമാലൻ എന്ന പേര് കേട്ടാൽ ഭയന്നു വിറയ്ക്കുമായിരുന്നു. മനമൃഗങ്ങളെക്കാൾ ഭീകരനായിരുന്നു അവൻ. കാട്ടിലൂടെ പോകുന്ന ആരെയും അവൻ വെറുതെ വിട്ടില്ല. ഓരോ കൊലയ്ക്കു ശേഷം ഇരയുടെ വിരൽ മുറിച്ചെടുത്ത് മാലയാക്കി കഴുത്തിലിടും. അതായിരുന്നു അവൻ്റെ ക്രൂരവിനോദം. 1000 വിരലുകൾ തികയ്ക്കാൻ അവന് ഇനി ഒരൊറ്റ വിരൽ കൂടി മതി. ആ സമയത്താണ് ശാന്തസ്വരൂപനായ ബുദ്ധൻ ആ വഴി വന്നത്. ബുദ്ധൻ കാട്ടിലെത്തിയപ്പോൾ കാതടുപ്പിക്കുന്ന ഒരലർച്ച കേട്ടു. മരങ്ങൾക്കിടയിൽ നിന്ന് വാളും വീശി അങ്കുലിമാലൻ ചാടി വീണു. കഴുത്തിലെ എല്ലിൻ കഷ്ണങ്ങളും വിരലുകളും കൂട്ടിമുട്ടി ഭീകരമായ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ബുദ്ധനെ കണ്ട അങ്കുലിമാലൻ അത്ഭുതപ്പെട്ടു. സാധാരണ ആളുകൾ തന്നെ കണ്ടാൽ അലറിക്കരഞ്ഞോടും. എന്നാൽ ഈ സന്യാസി മാത്രം ചിരിച്ചുകൊണ്ട് നടക്കുന്നു. നിൽക്കൂ എന്ന് പറഞ്ഞവൻ അലറി. ബുദ്ധൻ നടത്തം നിർത്താതെ ശാന്തമായി പറഞ്ഞു, ഞാൻ എപ്പോഴേ നിന്നു കഴിഞ്ഞു അങ്കുലിമാല. നീയല്ലേ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്? അങ്കുലിമാലൻ അമ്പരന്നു. നീ നടക്കുകയാണല്ലോ, എന്നിട്ട് നിന്നു എന്ന് കള്ളം പറയുന്നോ? ബുദ്ധൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അങ്കുലിമാല, എൻ്റെ മനസ്സ് ശാന്തമാണ്. ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിശ്ചലനാണ്. എന്നാൽ നിന്റെ മനസ്സ് പകയും രക്തദാഹവും കൊണ്ട് ഭ്രാന്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നീ ഈ ഓട്ടം നിർത്തുക? അങ്കുലിമാലൻ വിറച്ചുപോയി. ആദ്യമായാണ് ഒരാൾ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നത്. അവനെ പരീക്ഷിക്കാൻ ബുദ്ധൻ പറഞ്ഞു, ശരി, നിനക്കത്രയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഒരു കൊമ്പ് വെട്ടിമാറ്റൂ. അങ്കുലിമാലൻ തൻ്റെ വാളുകൊണ്ട് ഒറ്റവെട്ടിന് ആ കൊമ്പ് നിലത്തിട്ടു. ഇതാണോ വലിയ കാര്യം? അവൻ പരിഹസിച്ചു. ബുദ്ധൻ പറഞ്ഞു, ഇനി ആ കൊമ്പെടുത്ത് ആ മരത്തിൽ തന്നെ തിരിച്ചു വയ്ക്കൂ. മുറിഞ്ഞ ഇടം പഴയ പോലെയാക്കൂ. ഇത് കേട്ട അങ്കുലിമാലൻ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. നിനക്ക് വട്ടാണോ? മുറിച്ച കൊമ്പ് എങ്ങനെയാണ് ഒട്ടിക്കുന്നത്? അത് അസാധ്യമാണ്. അപ്പോൾ ബുദ്ധൻ ഗൗരവത്തിൽ പറഞ്ഞു, സൃഷ്ടിക്കാൻ കഴിയാത്ത നിനക്ക് നശിപ്പിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു ജീവൻ നൽകാൻ നിനക്ക് കഴിയില്ലെങ്കിൽ അതെടുക്കാനുള്ള ശക്തി നിനക്കുണ്ടെന്ന് അഹങ്കരിക്കരുത്. ആ വാക്കുകൾ ഒരു മിന്നൽ പിണർ പോലെ അവൻ്റെ ഉള്ളിൽ തറച്ചു. വർഷങ്ങളായി അവൻ കൊണ്ടു നടന്ന ക്രൂരതയുടെ ആവരണം അഴിഞ്ഞു വീണു. തൻ്റെ കഴുത്തിലെ വിരൽമാല അവൻ പൊട്ടിച്ചെറിഞ്ഞു. കയ്യിലെ വാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ ഭീകരനായ കൊള്ളക്കാരൻ ബുദ്ധൻ്റെ പാദങ്ങളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അഹിംസയുടെയും കരുണയുടെയും ലോകത്തേക്ക് ബുദ്ധൻ അവനെ കൈപ്പിടിച്ചുയർത്തി. പിന്നീട് അങ്കുലിമാലൻ ഒരു സന്യാസിയായി മാറി. ലോകം കണ്ട ഏറ്റവും വലിയ അക്രമികളിൽ ഒരാൾ, ലോകം കണ്ട ഏറ്റവും വലിയ സമാധാനപ്രിയനായി മാറി. സ്നേഹത്തിനും ശാന്തിക്കും ഏതിരുണ്ട മനസ്സിനെയും വെളിച്ചത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നതാണ് ഈ കഥയിലൂടെ ബുദ്ധൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.